ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതാ 2-3 ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ബ്രെഡിൻ്റെ കഷ്ണമുണ്ട്. പിന്നെ കുറച്ച് പാലുണ്ട്, മുട്ടയുണ്ട്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, മല്ലിച്ചപ്പ്, സവാള ഇതെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ടുള്ള പരിപാടിയാണ്. പിന്നെ മുളക് പൊടി അങ്ങനത്തെ എല്ലാം ഇട്ടിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ബ്രെഡിനെ പാലിലൊന്ന് കുതിർത്തെടുക്കുക. പിന്നെ കുറച്ച് നമ്മളെ കടലപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു ക്രിസ്പിക്ക് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടി ഇടണം. എല്ലാം കൂടിയുള്ള ഐറ്റം ആക്കിയിട്ടുള്ള പരിപാടിയാണ്. അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം ഞാൻ ബ്രെഡ് എടുത്ത് വെക്കട്ടെ. അപ്പം ഞാനിതാ ബ്രെഡ് കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, സവാള ഇതെല്ലാം, ഇനി ഒരു കഷ്ണം ഇഞ്ചിയും കൂടി മുറിച്ചിടണം. ഇഞ്ചി ഇടാൻ മറന്നുപോയി, അതും കൂടി എടുത്തിടണം. അപ്പം അതും കൂടി എടുത്തിടട്ടെ. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മുളക് പൊടി. പച്ചമുളക് ഉള്ളത് കൊണ്ട് ആ മുളകിന് എരിവുണ്ടാവും. അപ്പോൾ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. അതിട്ട് ഇനി ഉപ്പിട്ട് കൊടുക്കട്ടെ. ഉപ്പിൻ്റെ പാത്രമേ വീഴല്ല. ഉപ്പ് ഇട്ട് കൊടുത്തു. അപ്പം ഇനി ഞാൻ ഇതിലേക്ക് ഒരു മുട്ടയും കൂടി ഉടച്ചിട്ട് ഒഴിച്ച് കൊടുക്കട്ടെ. എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. എല്ലാവരെയും കൂടി മിക്സ് ചെയ്യട്ടെ. അപ്പോൾ എടുത്ത് വെച്ച കടലപ്പൊടിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കട്ടെ. എടുത്ത് വെച്ച കടലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടെ. കുറച്ച് കടലപ്പൊടിയേ എടുക്കുന്നുള്ളൂ, ഒരുപാടൊന്നും എടുക്കുന്നില്ല. ദേശം മാത്രം കുറച്ചെടുത്ത് കുറച്ച് അരിപ്പൊടിയും നമ്മളാക്കി കഴിഞ്ഞാൽ നല്ലൊരു ഇത് വേണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ. അപ്പം ഇത്രയായിട്ട് നമുക്ക് ഇങ്ങനെ നല്ലവണ്ണം കുഴച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണ്ടിക്കലും ആക്കിയെടുക്കാം. എന്നിട്ടാണ് ഇനി ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിതെല്ലാം കുഴച്ചെടുത്തിട്ട് വന്നിട്ട് നിങ്ങളെ കാണിക്കാം. അയ്യോ, സ്റ്റാൻഡ് തട്ടിപ്പോയി, കൈ കൊണ്ട് തട്ടിപ്പോയി. അപ്പോൾ ഇതെല്ലാം ഞാൻ ഉരുട്ടിയെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനിത് ഒരു മുട്ട ഉടച്ചിടി ഒഴിച്ചിട്ടുണ്ട്. സ്പൂണിനെ കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഒരു തുള്ളി പാൽ ഊറ്റിച്ച് കൊടുക്കുക അതിൻ്റെ അകത്ത്, ഒരു ലേശം. ഓക്കെ. അപ്പം ഇനി നമുക്ക് ഇത് റെഡിയായി.
അപ്പോൾ ഇതാ ബ്രെഡ് പൊടിച്ച് അതും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോന്നെടുത്ത് ഇതിൻ്റെ അകത്ത് ആദ്യം മുക്കുക, എന്നിട്ട് റൊട്ടിയിലേക്ക് എടുത്തിട്ട് കോട്ടിങ് ചെയ്യുക, എന്നിട്ടാണ് എണ്ണയിലിടേണ്ടത്. അപ്പോൾ നമുക്ക് എണ്ണ ചൂടാക്കാം. ആദ്യം അത് ചെയ്യുക, എന്നിട്ട് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ, നമുക്കിത് ആക്കി വെക്കാനല്ലേ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ഇവിടുന്ന് കായട്ടെ. വെളിച്ചെണ്ണ കായതിന് ശേഷം നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഗൈസ്, ഞാൻ മുട്ട ഉടച്ച് പാർന്നതിൻ്റെ അകത്ത് ഒന്നെടുത്തിങ്ങനെ വെക്കുക. എന്നിട്ട് ബ്രെഡിൻ്റെ പൊടിൻ്റെ അകത്തേക്ക് എടുത്തിട്ട് അത് കോട്ട് ചെയ്യും. കണ്ട, ബ്രെഡിൻ്റെ പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാക്കി എടുക്കുക. എന്നിട്ടാണ് എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ എന്നിട്ട് ഞാൻ എണ്ണയിലേക്ക് ഇടുന്നുണ്ടേ. 2 ഞാൻ ആക്കി വെച്ചു. ബാക്കിയുള്ളതും കൂടി ഞാൻ ആക്കി വെക്കട്ടെ. അപ്പോഴത്തേക്ക് 2 ആവട്ടെ ആയിരുന്നു. അപ്പോൾ ഇതാ ഗൈസ്, ഞാനെല്ലാം ആ മുട്ടയിൽ മുക്കി ബ്രെഡിൻ്റെ പൊടിയിലാക്കിയിട്ടെല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പം അടുപ്പത്തുള്ള ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് അതിനെ വാങ്ങാം. എല്ലാം ഞാൻ ആക്കാത്തതുകൊണ്ടാണ് എല്ലാം ഇടാൻ. ഇനി നല്ല അടിപൊളിയായിട്ട് മൊരിഞ്ഞ് വരണം, എന്നാൽ മാത്രമേ തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 2 ഏകദേശം ആയിട്ടുണ്ട്. 2 അന്നേരം ഞാൻ ഇട്ടിട്ടുള്ളൂ, എല്ലാം ആക്കി എടുത്തിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് അപ്പം ഞാൻ എല്ലാം ആക്കി എടുത്തിട്ട് കാണിച്ചു തരാം. എല്ലാവരും ഞാൻ എടുത്തിടുന്നുണ്ട്. നേരത്തെ 2 മാത്രമേ ഇട്ടിട്ടുള്ളൂ, ഇപ്പം ഞാൻ കുറച്ച് ജാസ്തി ഇടുന്നുണ്ട്. അപ്പം എല്ലാം അങ്ങനെ അടിപൊളിയായിട്ട് ആവട്ടെ. എല്ലാവരെയും നമുക്ക് എടുത്തിട്ട് ആക്കിയെടുക്കാം. ഒരാളാണെന്ന് വിചാരിച്ചാക്കണ്ട. എല്ലാവരെയും നമുക്ക് എണ്ണയിലിട്ടിട്ട് കറുത്ത് കോരി എടുത്ത് കൊടുക്കാം. അതാ അത്രയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഇടാൻ പറ്റുക, പറ്റുമെങ്കിൽ 2 കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇടാൻ പറ്റുമല്ലോ. അപ്പോൾ 2 പേരെയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇടാൻ പറ്റുന്ന അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാവരെയും കൂടി അങ്ങനെ മൊരിയിച്ചെടുക്കാം. ഒന്നും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തതിനും അത്രയും ഉണ്ടാവും. ഒരടിക്കെല്ലാം കിട്ടുമല്ലോ. ഓക്കെ, അപ്പം ഇനി ഇതങ്ങനെ ആവട്ടെ. അപ്പം എല്ലാവരും മറിച്ചിടുന്നുണ്ടേ. എല്ലാവരെയും മറിച്ചിട്ട് ചിലവരെല്ലാം മറിഞ്ഞ് നിൽക്കാൻ കുറച്ച് പണിപ്പെടുന്നുണ്ട്. എല്ലാവരും അങ്ങനെ നിൽക്കണം, എന്നാൽ മാത്രമേ 2 ഭാഗവും ആകും. അപ്പോൾ തീ കുറച്ച് വെക്കാം. നമുക്ക് അധികം തീയാക്കണ്ട, കരിഞ്ഞു കൊണ്ട. അപ്പോൾ ആവട്ടെ. അപ്പോൾ ഗൈസ്, ഇതാ ബ്രെഡ് കൊണ്ടുണ്ടാക്കിയ സ്നാക്സ്, ബ്രെഡ് മുട്ട ഇതൊക്കെ കൊണ്ടുണ്ടാക്കിയ സ്നാക്സ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം ഞാൻ കോരിയെടുക്കുന്നതാണ്. വെളിച്ചെണ്ണയൊന്നും ഒട്ടും ഒഴിച്ചിട്ടില്ല. ആ ഒഴിച്ച് അത്ര തന്നെ ഉണ്ട്. ഒട്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. നല്ല അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കാം. എല്ലാം റെഡിയായി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഉണ്ടാ തിന്നാനും നല്ലതാണ്. അപ്പം ഞാൻ ഗ്യാസെല്ലാം ഓഫാക്കി. അപ്പം ഇതാ ഗൈസ്, ബ്രെഡും മുട്ടയും കൊണ്ടുണ്ടാക്കിയ സ്നാക്സ് കണ്ടല്ലോ.
ബ്രെഡും മുട്ടയും കുറച്ച് കടലപ്പൊടി, ലേശ അരിപ്പൊടി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മല്ലിച്ചപ്പ് ഇതെല്ലാം ചേർത്ത്, മുളക് പൊടി ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കിയ സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണേ. ഓക്കെ, ബൈ.